തൻ കൽപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകേടും അവനെ രാജ്യത്തെതിരേൽപ്പാനവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാർക്കും വന്നേറി കൈക്കൊണ്ടിടുവിൻ കൽപ്പന കാത്തോർക്കായി മുമ്പേ നാഥൻ കരുതിടുമാരാജ്യമോദിസാനീരിൽ നിന്നും ശിഹാദൻ റൂഷ്മായേറ്റു മൃതരെ വഴി നിങ്ങൾക്കുണ്ടാശീപ്പാൻ മൃതിലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പിൻ. ഉയരോടെഴുന്നേൽക്കും നിങ്ങൾ കേടേതും തീണ്ടേടാതെ കല്ലറയുന്നു പറുദീസ പോകാൻ വാസരമാസന്നം പ്രോവൽ റൂഹോ കാദീശോ ധന്യൻ പൗലോ ശ്ലീഹാ ചൊന്നേവം കേട്ടൻ മൃതരെ ഓർത്തേട്ട നിങ്ങൾ കരുത് നാശിച്ചിടും നിൻവാനിൻ കാഹളനാദത്താൽ മൃതരിൽ ലാരുമെഴുന്നേൽക്കും. താൽക്കാലികമാമീ ഗാത്രം നിത്യതയെ പ്രാപിച്ചിടും തനുവെഴുന്നേൽക്കും. കേടില്ലാതുത്ഥാനത്തിൻ നാളിൽ ഓലം വർഷിക്കട്ടെ നയച്ചേട്ടാബാബേൽ തേജോളയിൽ ബാലന്മാരിൽ വീഴ്ത്തി ജീവപ്പന നേരാമൃതലോ കത്താകുലമേലും ഭവന് വരുന്നോര് നിന്ന ഭയത്തിൽ നേദ്രേതരാം ദാസന്മാർ തൻ വീഴ പോൽ കേട്ടവകാശം കേടേണം ശാശ്വത സുസ്ഥിര രാജ്യത്ത് ആസിഹനോമോ ലബോദയ്ക്കു സോഗോദായ് ഇതു മൃതിയൻ ദിവസം വേദനയൻ ദിവസം പരിദേവന ദിവസം കടുദിവസം നാഥ നൽകണമാശ്വാസം. ഒരുപോലെ മൃതി നുകരണമെന്നാൽ യൗവനമതി കൈപ്പാൽ കഠിനതരം നാഥ നൽകണമാശ്വാസമർത്തിടുമാ മൃതി മുന്നറിവന്യേ സത്വരമെത്തുകയാൽ ഇവനുദ്ധാനത്തിൽ നൽകണമാശ്വാസം. സഹജന്റെ ശേഖ സ്നേഹിതനുതകേട ഏവം നിവിവചനം ക്രിയയാൽ നിറവേറി തുണനാഥ ചെയ്യുക. മുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാമൃതിയെ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവനു. നാവുകളെ നെല്ലാം സ്തോത്രം കർത്താവേ നിന്നാൽ മൃതരുയരും സ്വർഗം നേടേടോ സ്തോത്രം പാടേടോ. മക്കൾക്കേകിയ കാസ മൃതിപാനീയത്തിനു കൈപ്പേറും പാനം ചെയ്യുവാനാദാമൻ ആത്മനജനതു മുറയായി കൈമാറി. നീക്കുണ്ടായിരിക്കട്ടെ. ഹൃദയത്തെ ഉണർത്തുവേ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകൾ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുന്നുവെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. ബോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരവുമെല്ലാം ഗോതമ്പുകളുടെയോ യാവത്തിന്റെയോ മറ്റു വിത്തുകളുടെയോ വെറുമണി എത്രയാകുന്നു. എന്നാൽ ദൈവവേദേഷ്ടം അതിന്റെ ശരീരത്തെ കൊടുക്കുന്നു. വിത്തുകൾ ഓരോന്നിനും അതിന്റെ സ്വാഭാവിക ശരീരത്തെ കൊടുക്കുന്നു. എന്തെന്നാൽ എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യന്റെ ശരീരം വേറെ, മൃഗങ്ങളുടെ ശരീരം വേറെ, പക്ഷികളുടെ ശരീരം വേറെ, മത്സ്യങ്ങളുടെ ശരീരം വേറെ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗതിക ശരീരങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് വേറെ, ഭൗമികരുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ.
ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തെക്കാൾ തേജോമയമായിരിക്കുന്നു. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. ക്ഷയത്തിനായി വിതയ്ക്കപ്പെടുന്നു, അക്ഷയമായി ഉദ്ധാരം ചെയ്യുന്നു. തുച്ഛമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാരം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാരം ചെയ്യുന്നു. പ്രാണമയമായ ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാരം ചെയ്യുന്നു. പ്രാണമയമായ ശരീരമുണ്ട്, ആത്മീയ ശരീരമുണ്ട്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം ജീവൻ പ്രാണനായി തീർന്നിരിക്കുന്നു എന്നിങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മമയനെല്ലാം ഉണ്ടായത് പ്രാണമയനായിരുന്നു, പിന്നീടാണ് ആത്മമയൻ ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെടുന്നവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. മൃതന്മാരിങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ തന്നെ മൃതന്മാർ. സ്വർഗീയരെങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ സ്വർഗീയരും. മൃതരുടെ സാദൃശ്യം നാം ധരിച്ചിരിക്കുന്ന പോലെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ സഹോദരന്മാരെ, ശരീരത്തിനോ രക്തത്തിനോ സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായത് അനശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യവും നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാനം കാഹളമൂതുമ്പോൾ കണ്ണിമയ്ക്കുന്നത് പോലെ അത്ര ചെടുതിയിൽ നാം രൂപാന്തരപ്പെടുകയും മരിച്ചവർ അക്ഷയമായ പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നശ്വരമായത് അനശ്വരാവസ്ഥയും പ്രതിപരമായത് അമൃതാവസ്ഥയെ ധരിക്കുവാൻ പോകുന്നു. ആഹായി മറക്കുമോ Barakumoram Sri Sano Sarismar Smursa Mela Sodalho the Vermilion Kadi Shodorani Shodamaskare Male Sholan Murialoham Roho Dela Evangelion Kadi Shodmorani Smisiho Korusu Somyoniso Meluhanun Shliho Magarsonet Magaresai Furgono Lavilmo Subunoho Gildan the Brun said Moran Valohan Furukudilan Eshmishiho Mil Sudahai Aloho This Basar Mensildo Kadis Tomaria Holen then Hoganu യേശുദമ്പുരാനോരോടെ പ്രകാരം പറഞ്ഞു, സത്യമായും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നവയല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രൻ ചെയ്യുന്നു. പിതാവിന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതല്ല അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുമാർ അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉയർപ്പ് ജീവിപ്പിക്കുന്ന പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരം ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചുപോയവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. എന്തെന്നാൽ ശവക്കലറുകൾ ചെയ്യുന്നെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്ത സമയം വരുന്നുവെന്ന്
നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ശൈനോ ശിളോമോ ഓലകുൽഖൂ. ബർഖ്മോർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോനെന്ന് ഏറ്റുചൊല്ലണം. ബാറക്കുമോ ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന അവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാരത്ത് കാലത്ത് കൽപ്പിച്ച ക്രമീകരിച്ചനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ അകൽ കർസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടിക്കുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ ഊർഷേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരയിൽ നിന്റെ എതിരേൽപ്പനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുവായും സ്തുതിക്കുകയും ചെയ്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ ഏറ്റുകൊല്ലണം. തന്റെ ദൈവികമായ കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ ദാസനെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നതയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായി തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുല സുബാലവൽമീൻ. പ്രളയത്തിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിശുദ്ധന്മാരുടെ ആനന്ദത്തിനുമായി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലത്തിൽ ഞങ്ങൾ ഒഴിക്കപ്പെടുന്നു. ബാറകമോ ബേഷ്മോദാബു ആമീൻ ഊദാബ്രു ആമീൻ റൂഹായോ കാദീശലഹായെ നിലവോലം മുൽബി ആമീൻ. മൃതശരീരം സെമിത്തേരിയിലേക്ക് സംസ്കാരത്തിനായിട്ട് കൊണ്ടുപോവുകയാണ്. എടുക്കാനുള്ളവർ ബാക്കിയുള്ളവർ ലൈനായിട്ട് സെമിത്തേരിയിലേക്ക് പോകാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക.